ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് ബി ഡിഫറൻറ്റ്. വ്യത്യസ്തരായിരിക്കുക, വ്യത്യസ്തനാവുക, വ്യത്യസ്തയാവുക, വ്യത്യസ്തമായത്. ഇന്ന് യൂട്യൂബേഴ്സിന്റെയും വ്ളോഗേഴ്സിന്റെയും ഒക്കെ കാലഘട്ടമാണ്. ഇന്ന് എല്ലാവർക്കും സ്വന്തമായി ഒരു ചാനൽ ഉണ്ട് എന്ന് അഭിമാനിക്കുന്നു. ആർക്കും സ്വന്തമായി ഒരു ചാനൽ തുടങ്ങാവുന്ന ഒരു കാലഘട്ടം. യൂട്യൂബിൽ നമ്മൾ പലപ്പോഴും തിരയുമ്പോൾ ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോകൾ ഇടുന്നവരുടെ വീഡിയോസിന് ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്, ചിലർക്ക് ഒട്ടും കാണത്തില്ല. ചിലപ്പോൾ നമുക്കൊക്കെ വലിയ വ്യൂവേഴ്സ് ഒന്നും കാണില്ല. എന്തുകൊണ്ടാണ് ഈ ചിലരുടെ വീഡിയോയ്ക്ക് ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ടാവും? അവരുടെ വീഡിയോസിൽ ഒരു പ്രത്യേകത, എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടാവും. സംതിങ് ഡിഫറെന്റ് ഇൻ ദയർ വീഡിയോസ്. അവരെന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും. ഈ ലോകം പലപ്പോഴും വ്യത്യസ്തതകളുടെ പുറകെ പോകുന്നതാണ്. കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വീണ്ടും കേൾക്കാനോ കാണാനോ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഈശോ ഈ ലോകത്തെ പഠിപ്പിച്ചതും കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അവൻ വ്യത്യസ്തനായിട്ട് ജീവിച്ചു. അവന്റെ വരവ് തന്നെ വ്യത്യസ്തമായിട്ടായിരുന്നു. ദൈവോത്രനായിരിക്കുമ്പോഴും അവൻ പുൽക്കൂട്ടി ജനിച്ചു. ജീവിതം സാധാരണക്കാരെ പോലെയായിരുന്നു അവന്റെ ജീവിതം. അവന് പ്രത്യേകിച്ചൊന്നുമില്ല. അവന്റെ ജീവിതം വ്യത്യസ്തതകളുടെ ഒരു ജീവിതമായി. പക്ഷെ ആ വ്യത്യസ്തത എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള ഗാഢമായ ഒരു ഊഷ്മളതയായിരുന്നു. അവൻ വ്യത്യസ്തനായി ജീവിക്കുമ്പോഴും പിതാവിന്റെ കാര്യത്തിൽ മാത്രം അവന് യാതൊരു കോംപ്രമൈസും ഇല്ല. അവൻ പാപികളുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു, പാപികളുടെ കൂടെ ജീവിച്ചു. അവന്റെ ശിഷ്യന്മാരിൽ പലരും സാധാരണ ജീവിതം നയിക്കുന്നവരായിരുന്നു. പക്ഷേ പിതാവുമായിട്ടുള്ള ബന്ധം, പിതാവിനോടുള്ള സംസാരം, പിതാവിന്റെ ഹിതം, അതൊരിക്കലും ഈശോ ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നില്ല. പിതാവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു പെരുമാറ്റവും ഈശോയുടെ ജീവിതത്തിലായി. അതാണ് ഈശോയുടെ വ്യത്യസ്തതയുടെ പ്രത്യേകത. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6 നമ്മൾ കാണുന്നതല്ലേ. ഈ 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ? അവർ പറയുന്നില്ലേ, അവരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിട്ടാൽ അവർ തന്നെ ഭക്ഷണം കണ്ടെത്തി കഴിച്ചുകൊള്ളും. പക്ഷെ ഈശോ എന്താ പറയുന്നത്? അവൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ്. ശിഷ്യന്മാർ ചിന്തിക്കുന്നത് ഒരു നോർമൽ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ചിന്ത. പക്ഷെ ഈശോ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ്. ഈശോ എന്താ പറയുന്നത്? അവനെ അങ്ങോട്ട് അയക്കണ്ട, അവരെ അങ്ങോട്ട് അയക്കണ്ട, നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കും. വ്യത്യസ്തമായ ഒരു ചിന്ത. യോഹന്നാന്റെ സുവിശേഷം 8 പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാനായിട്ട് കൊണ്ടുവരുന്നു. അവളെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ് സാധാരണമായി നടക്കേണ്ട ഒരു കാര്യം. ഈശോ എന്താണ് ചിന്തിച്ചത്? വ്യത്യസ്തമായി ചിന്തിച്ചു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവളുടെ രക്ഷ, മാനസാന്തരം. സക്കേവൂസ്, ലൂക്കായുടെ സുവിശേഷം 19 നമ്മൾ കാണുന്ന സക്കേവൂസ് മരത്തിന്റെ മുകളിലിരിക്കുന്നു. ഈശോവനെ കണ്ടു. സക്കേവൂസ് ഈശോയെ കണ്ടു. സക്കേവൂസ് വരട്ടെ എന്ന് കരുതി ഈശോ ഇരിക്കാമായിരുന്നു. ഈശോ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. അവൻ അങ്ങോട്ട് ചെല്ലുകയാണ്. സമരിയക്കാരിയായ സ്ത്രീ, യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4 നമ്മൾ കാണുന്ന സമരിയക്കാരിയായ സ്ത്രീ, എന്താണ് അവിടെ സംഭവിക്കുക? അവൾ ഈശോയുടെ വചനം കേൾക്കാൻ ഈശോയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഈശോയ്ക്ക് കാത്തിരിക്കാമായിരുന്നു, ഒരാളെ പറഞ്ഞയക്കാമായിരുന്നു. പക്ഷെ ഈശോ അവിടെ പോയി ഒരു പ്രഭാതം മുതൽ ഉച്ചവരെ കാത്തിരിക്കുകയാണ്. വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്, ഒരാളെ രക്ഷിക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഈശോയുടെ ജീവിതം ഈ വ്യത്യസ്തതകളുടെ ജീവിതമായി. പക്ഷേ വ്യത്യസ്തതകൾ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുക എന്നുള്ളതല്ല, തോന്നിവാസം ചെയ്യുക എന്നുള്ളതല്ല, അരുതാത്ത ചെയ്യുക എന്നുള്ളതല്ല. പിതാവുമന്റെ ഹിതം അതെന്താണോ അത് ഭൂമിയിൽ നിവൃത്തിയാക്കുക. പിതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക, വ്യത്യസ്തമായി ചെയ്യുക. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നോക്കിക്കേ. നമ്മളൊക്കെ വ്യത്യസ്തമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പുറമേയുള്ള പ്രകടനങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിലൊക്കെ വ്യത്യസ്തരാകാൻ നമ്മൾ ശ്രമിക്കും. ചിലപ്പോൾ മലയാളം പറയുന്നതിനിടയ്ക്ക് കുറെ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ കുത്തി നിറയ്ക്കും. എന്താണ്? വ്യത്യസ്തതയുണ്ടാക്കും. നമ്മുടെ മുടിയിൽ നമ്മൾ കുറെ ഭംഗി കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ, നമ്മുടെ പെരുമാറ്റ ശൈലികളിൽ ഒക്കെ നമ്മൾ വ്യത്യസ്തത ഉണ്ടാക്കാൻ ശ്രമിക്കും. ടേസ്റ്റുകൾ വ്യത്യസ്തമാക്കാൻ ശ്രമിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂട്യൂബിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തത വരുത്താൻ സാധിക്കുന്നു. അത് വലിയൊരു ചോദ്യമാണ്. അതിന് ഉത്തരം കൊടുത്തവരെയാണ് നമ്മളൊക്കെ ഇന്ന് വിശുദ്ധരെന്ന് പറഞ്ഞ് വണങ്ങുന്നവർ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വ്യത്യസ്തരായി ജീവിച്ചവർ. അതുകൊണ്ടാണ് വിശുദ്ധരെ പറ്റി പഠിപ്പിക്കുന്ന പഠനശാഖയ്ക്ക് ദൈവശാസ്ത്രപരമായി പറയുന്നത് ഹജിയോഗ്രാഫി എന്നാണ്. ഹജിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം വ്യത്യസ്തരായി ജീവിച്ചവരുടെ ജീവിത ശൈലി പഠനം എന്ന്. വ്യത്യസ്തരായി ജീവിക്കും. എല്ലാവരും നടന്ന വഴിയല്ല അവർ നടക്കുന്നത്. അവർ വ്യത്യസ്തരായി ജീവിച്ചു. അതുകൊണ്ടാണ് അവരൊക്കെ വിശുദ്ധരായിട്ട് മാറിയത്. ഈ വിശുദ്ധരൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ്? അവർ നമ്മളെ ഒരു തരത്തിൽ അസൂയപ്പെടുത്തുകയാണ്.
നമ്മളൊക്കെ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കുന്നു, സ്വന്തമാക്കാൻ നോക്കുന്നു, വലുതാകാനായിട്ട് നോക്കുന്നു, ലോകത്തിന് മുമ്പിൽ പേരുണ്ടാക്കാൻ, പ്രശസ്തി ഉണ്ടാകാനായിട്ട് നോക്കുന്നു. പക്ഷെ അവരൊക്കെ നമ്മളെ അസൂയപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ കളിയാക്കിക്കൊണ്ട് പരിഹസിക്കുന്നു. എങ്ങനെയാണ് പരിഹസിക്കുന്നത്? നിങ്ങളൊന്നും ജീവിക്കാത്ത രീതിയിൽ, ഈ ലോകം തരുന്ന രീതിയിൽ ജീവിക്കാതെ തന്നെ ഞങ്ങൾ ദൈവപ്രാപ്തിയിൽ എത്തിയല്ലോ എന്ന്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി, നോക്കിക്കേ, നമ്മളും ചിന്തിച്ച് നോക്കിക്കേ, എല്ലാവിധ സമ്പത്തിന്റെയും നടുവിൽ ജനിച്ചു വീണ മനുഷ്യൻ എന്തുകൊണ്ടാ സ്വന്തം വസ്ത്രം പോലും ഉരിഞ്ഞു കളഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചത്? അത് ദൈവഹിതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യത്യസ്തനായി ജീവിക്കുവാനായിട്ട് അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഫെർണാൻഡോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലിസ്ബണിലെ രാജകൊട്ടാരത്തിലെ വലിയ ഒരു ഉദ്യോഗസ്ഥന്റെ മകനായ ഫെർണാൻഡോ, പണത്തിന്റെ, സമ്പത്തിന്റെ, അധികാരത്തിന്റെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യൻ. അവൻ സെമിനാരി ചേരുകയാണ്. സെമിനാരി ചേർന്ന് എല്ലാ ദിവസവും ഫെർണാൻഡോയെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് ഗസ്റ്റ് വരും. അപ്പന്റെ കൂട്ടുകാര്, അമ്മയുടെ കൂട്ടുകാര്, സ്വന്തക്കാര്, കാരണം രാജകുടുംബാംഗമല്ലേ. അങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ കുറെ നാൾ കഴിഞ്ഞപ്പോ ഇവൻ അസ്വസ്ഥതയായി. ഇവൻ ചെന്ന് റെക്ടറച്ചനോട് പറഞ്ഞു, റെക്ടറച്ച, സുപ്പീരിയറച്ച, എന്നെ ഈ ആശ്രമത്തിൽ നിന്ന് അകലെ ദൂരെയുള്ള ഒരു ആശ്രമത്തിലേക്ക് മാറ്റും. അപ്പൊ റെക്ടറച്ചൻ തിരിച്ചു ചോദിച്ചു, മോനെ, നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ? പപ്പായിക്കും അമ്മയ്ക്കും ഒക്കെ നിന്നെ ഒന്ന് കാണണമെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കുന്നല്ലേ നല്ലത്. അപ്പൊ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ വീട് വിട്ടു പോകുന്നതല്ലേ, അകലെ ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം അത് ഇവര് അടുത്തടുത്ത് വരുന്നത് എന്റെ ജീവിതത്തെ ഡിസ്റ്റർബ് ചെയ്യും, എന്നെ അസ്വസ്ഥപ്പെടുത്തും, എനിക്കത് അസ്വസ്ഥതയാണ്. അതുകൊണ്ട് അകലേക്ക് മാറ്റി അദ്ദേഹം മാറുകയാണ്. ഈ ഫെർണാൻഡോയാണ്, പ്രിയമുള്ളവരെ, ലിസ്ബണിലെ രാജകുടുംബാംഗമായി ജനിച്ചു വീണ ഈ ഫെർണാൻഡോയാണ് പിന്നീട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥം തേടുന്ന വിശുദ്ധനായ പാദുവായിലെ അന്തോനീസായി മാറിയത്. എന്താണ്? വ്യത്യസ്തമായി ചിന്തിച്ച് തുടങ്ങുമ്പോൾ അത് സംഭവിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഒഴികഴിവല്ലേ. വീട്ടിലൊരു കല്യാണമുണ്ട്, ഒരു മാമോദിസയുണ്ട്, ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, ഭക്ഷണം വേണം, വിളിക്കുന്നവർക്കെല്ലാം നമ്മൾ ഭക്ഷണം കൊടുക്കും. പക്ഷേ മദ്യം കൊടുക്കണമെന്ന് എവിടെയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത കടന്നു വരുന്നത് ഇവിടെ നിന്നാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താ? അവിടെയും ഇവിടെയും മദ്യം വിളമ്പുന്നു, അതുകൊണ്ട് ഞാനും മദ്യം വിളമ്പുന്നു. പക്ഷേ നമ്മളും ചിന്തിച്ചു നോക്കിക്കേ, ഒരുപക്ഷെ ദീർഘനാളായി മദ്യപിക്കാത്ത ചില ആളുകൾ പോലും നമ്മുടെയൊക്കെ വീട്ടിലെ മദ്യസൽക്കാരത്തിൽ വന്ന് അവരുടെ പഴയ പതിവിലേക്ക് തിരിച്ചു പോകും. എത്രയോ അനുഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ ചുറ്റുപാടുകൾ ഞങ്ങൾ കാണും. വ്യത്യസ്തരായിട്ടൊന്ന് ചിന്തിച്ചാലോ, ഞാൻ മദ്യം വിളമ്പുന്നില്ല, എന്റെ വീട്ടിലെ ഒരു ഫംഗ്ഷന് മദ്യം കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനം ഒരു 10 കുടുംബാംഗങ്ങൾ എടുക്കട്ടെ, നമ്മുടെ ഈ സമൂഹം മൊത്തം മാറും. പ്രിയമുള്ളവരെ, വ്യത്യസ്തരായി നമ്മൾ ചിന്തിക്കാനായിട്ട് പരിശ്രമിച്ചു. ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രധാരണ രീതിയിലും നമ്മുടെ ശൈലികളിലും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും മാത്രമല്ല, നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറും. നമ്മുടെ സംസാരങ്ങൾ വ്യത്യസ്തരാകും. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടും, തിരിച്ച് നമ്മൾ അവരോട് ദേഷ്യപ്പെടാം. പക്ഷെ നമ്മൾ തിരിച്ചൊന്നും പറയുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ഇച്ചിരി ഇലുഭരാകാം. നീ ഒരു മണ്ടനായതുകൊണ്ട്, അല്ലെങ്കിൽ നീ ഒരു മണ്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നീ ഒരു പാപമായതുകൊണ്ട് ആണൊന്നും പറയാൻ ഞാനായിരുന്നെ കാണിച്ചു തരാമായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചു പറയാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 കൈ ഊട്ടിയടിച്ചാലല്ല അവിടെ അസ്വസ്ഥതയുള്ളൂ, വഴക്കുള്ളൂ. നമ്മളൊന്ന് വ്യത്യസ്തമായി ചിന്തിച്ചാലോ, ഞാൻ എൻ്റെ സഹോദരന് മുമ്പിൽ ഒന്ന് താന്നു കൊടുക്കും, ഒന്ന് എളിമപ്പെടും. അവിടെ എന്താണ് സംഭവിക്കുക? ഈശോ നമ്മളിലേക്ക് കടന്നു വരികയല്ലേ. കൽക്കട്ടയിലെ പുണ്യവതിയായ മദർ തെരേസയുടെ ജീവിതത്തിൽ മദർ തെരേസ ലൊറേറ്റോ കോൺവെന്റ് വിട്ട് കൽക്കട്ട തെരുവുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് തൻ്റെ ഭവനത്തിൽ പാവപ്പെട്ടവരായ മനുഷ്യരെ എടുത്ത് ശുശ്രൂഷിച്ചു തുടങ്ങിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഒരു ദിവസം മദർ തെരേസ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് അവിടെയുള്ള മനുഷ്യനോട്, ആ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന മുതലാളിയോട് ചോദിച്ചു, എനിക്ക് കുറെ മരുന്ന് വേണം, കാരണം എൻ്റെ മക്കൾക്ക് കൊടുക്കണം. എന്നിട്ട് മദർ തെരേസ ഇങ്ങനെ കൈ നീട്ടി. അപ്പൊ ആ മനുഷ്യൻ ഈ മദറിന്റെ കൈയിലേക്ക് തുപ്പി വെക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാണ്. എത്രമാത്രം ദേഷ്യം ആ മനുഷ്യന്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഈ കന്യാസ്ത്രീയുടെ കൈയിലേക്ക് ആ മനുഷ്യൻ തുപ്പി വെക്കുന്നത്. അപ്പൊ മദർ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തരാനുള്ളത് തന്നു, പക്ഷെ എൻ്റെ മക്കൾക്ക് തരാനുള്ളത് തന്നു. നിങ്ങൾ എനിക്ക് തരാനുള്ളത് തന്നു, എൻ്റെ മക്കൾക്ക് തരാനുള്ളത്. അത് പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകി വീഴുകയാണ്. പിന്നീട് ആ മനുഷ്യൻ മദറിന്റെ വലിയൊരു സ്പോൺസറായി മാറുകയും ഒരു സപ്പോർട്ടറായി മാറുകയും ചെയ്യുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുക? വ്യത്യസ്തമായി ചിന്തിക്കുക. ചിലപ്പോൾ നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടാകും, വേദനിപ്പിക്കുന്ന അവസ്ഥകളുണ്ടാകും, നമ്മളെ മുറിവേൽപ്പിക്കുന്ന അവസ്ഥകളുണ്ടാകും, നമ്മളെ അവഗണിക്കുന്ന അവസ്ഥകളുണ്ടാകും. അവിടെയൊക്കെ ഒന്ന് തോക്കുന്നതിന്റെ സുഖവും മുറിവേൽപ്പിക്കപ്പെടുന്നതിന്റെ സുഖവും ഒക്കെ ഒന്ന് അനുഭവിക്കാനായിട്ട്, അതിനൊന്ന് പോസിറ്റീവായിട്ട് എടുക്കാൻ നമുക്ക് സാധിച്ചാലോ നമ്മുടെ ജീവിതം എത്ര മനോഹരമാകും. പ്രിയമുള്ളവരെ, ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതം അനുസരിച്ചുള്ളൊരു ജീവിതമാണ്.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക? നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ദൈവത്തിന്റെ ഹിതത്തിന് പകരം നമ്മുടെ ഹിതം ദൈവത്തെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കും. രണ്ടാമത് വീണ്ടും നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ ഈ നമ്മുടെ ഹിതം ചെയ്യിക്കാണ്ട് നോക്കി കുറെ നാൾ കഴിയുമ്പോൾ ദൈവഹിതം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. അവിടെ ഒന്നും ആത്മീയത എത്തുന്നില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഹിതം അങ്ങയുടെ ഹിതം എന്ന് ഈശോ പറഞ്ഞതുപോലെ പറയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് വ്യത്യസ്തമായി നമ്മൾ ചിന്തിച്ചു തുടങ്ങും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ബി ഡിഫറെന്റ്. ബി ഡിഫറെന്റ്. ആത്മീയതയിൽ ഡിഫറെന്റ് ആകുമ്പോൾ, വ്യത്യസ്തരാകുമ്പോഴാണ് നമ്മുടെ ആത്മീയത ഫലം ചൂടുന്നത്, അനുഗ്രഹമായി മാറും. ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ചുറ്റുപാടുകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം, നമ്മുടെ അയൽപക്കങ്ങളിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, ഇടവകയിലേക്ക്, അവിടെ എല്ലാറ്റിനും ഒന്ന് വ്യത്യസ്തമായിട്ട് കാണുവാൻ, സ്നേഹിക്കുവാൻ, കരുണ കാണിക്കുവാൻ, താഴ്ന്നു കൊടുക്കുവാൻ, എളിമപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.